ഹലോ മൈ ഡിയർ സി എ ഇൻറ്റർ സ്റ്റുഡൻസ്, നമ്മളുടെ റിസൾട്ട് വന്നു. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഫെയിലായ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റംബർ അറ്റംപ്റ്റിൽ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും. രണ്ട് ആൾക്കാരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും. അപ്പോൾ ആർക്ക് തന്നെയാണെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ കൂടുതലായിട്ട് റിസൾട്ട് വന്നിട്ട് ഫെയിൽ ആയിട്ടുള്ള ഓക്കെ, നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഫെയിൽ നമ്മളൊരു വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ സെപ്റ്റംബർ എക്സാമിനേഷൻ നല്ലപോലെ എഴുതാൻ ശ്രമിക്കും. നമുക്കൊരു ഹാർഡ്ലി നമുക്കൊരു 50 ഡേയ്സിനെ കണക്കെടുത്ത് നമുക്ക് എങ്ങനെ നല്ലപോലെ ഈ ഒരു ഡേ അറേഞ്ച് ചെയ്യാം എന്ന രീതിയിൽ, നമ്മൾ ഡെയിലി ടൈം ടേബിൾ എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് പ്യോർലി പേഴ്സണൽ, നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ പ്ലാൻ യുവർ ഡേയ്സ് ആണ്. അതായത് ഈ പ്ലാൻ യുവർ ഡേയ്സ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസ് പറ്റാത്ത രീതിയിലുള്ള പ്ലാനിങ് ചെയ്യും. അതായത് ഡെയിലി ഞാൻ 20 hours എങ്ങനെ പോസിബിൾ അല്ല, ഉറങ്ങണ്ടേ 16 hours. അതായത് നിങ്ങൾ ശീലമില്ലാത്തൊരു കാരണം പെട്ടെന്ന് ശീലിക്കുമ്പോൾ പെട്ടെന്ന് ബോഡിക്ക് പ്രശ്നങ്ങളാകും. അപ്പോൾ ഹെൽത്ത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം തന്നെയാണ്. ഇപ്പം തന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങി ശീലിക്കുമൊന്നും വേണ്ട. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടെ മെമ്മറി, അതായത് ഒരു പ്രാവശ്യം പഠിക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം. കാരണം എക്സാമിനേഷനിൽ പോകുമ്പോൾ പഠിക്കാതെയാണോ നിങ്ങൾ പോകുന്നത്? അല്ല, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും പഠിക്കുന്നുണ്ട്, നിങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഗ്രാഫ് നമ്മളുടെ ഈ ഗ്രാഫ് താഴേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓർത്ത് വെക്കണമെന്നെങ്കിൽ നമ്മുടെ ബ്രെയിനിന് സ്റ്റോറേജ് കപ്പാസിറ്റി വേണം. അത് നമ്മൾ നല്ലപോലെ ഉറങ്ങണം, നല്ലപോലെ ഫുഡ് കഴിക്കണം. സയൻറ്റിഫിക്കലി ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളുണ്ട്. ഞാൻ ജനറലി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ 50 ഡേയ്സ് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോർ പേപ്പേഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ ബേസ് പേപ്പേഴ്സും ഉണ്ടാകും. ഈ കോർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നത് ചെയ്യേണ്ട ഒരു കാര്യമാണ് യു ഹാവ് ടു സെലക്ട് ദ ഗ്രൂപ്പ്. അതായത് ഞാൻ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടതിൽ അവർ പറഞ്ഞത്, സാറേ 2 ഗ്രൂപ്പ് പഠിക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് എഴുതും, മറ്റേ ഗ്രൂപ്പ് ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യും. ഈ രണ്ടിന് നമ്മുടെ തല തന്നെ നമ്മൾ ഉപയോഗിക്കണ്ടേ? ശരിയാണോ? നമ്മുടെ തല തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് സെലക്ട് ദ ഗ്രൂപ്പ്. ഒരു പക്ഷേ നമ്മുടെ സെപ്റ്റംബർ എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത എക്സാമിനേഷൻ എപ്പോൾ വരും? ജനുവരിയിൽ വരുമല്ലോ. അതായത് നിങ്ങൾ 2 ഗ്രൂപ്പിന് ഓക്കെ ആണെങ്കിൽ ഗോ അഹെഡ്, ചേഞ്ച് ചെയ്യരുത് ഞാൻ പറഞ്ഞതുകൊണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സെലക്ട് എനി 1 ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് നമ്മൾ കൃത്യമായിട്ടൊന്ന് എഴുതി നോക്ക്. നമുക്ക് ആവറേജിനൊക്കെ വേണ്ടി ഉപകാരപ്പെടും, ശരിയാണ്. പക്ഷേ എന്നാലും ഒന്നും കിട്ടാനേക്കാൾ നല്ലതാണല്ലോ നമ്മൾ എന്തെങ്കിലും നേടുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിൽ കോർ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ 3 പേപ്പറിൽ ഒരു കോർ പേപ്പറും 2 ബേസ് പേപ്പറും ആണെങ്കിൽ ഹൈ റിസ്ക് ആണ്. അപ്പോൾ 2 കോർ പേപ്പറും ഒരു ബേസ് പേപ്പർ. ഈ ബേസ് പേപ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 40-50ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു. കോർ പേപ്പർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 50ക്ക് വേണ്ടി മാത്രം ട്രൈ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ആവറേജ് അഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് 1, 2, 3 മാർക്കിന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു കാര്യം അറേഞ്ച് ചെയ്യണം. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തായാലും ഫെയിലായല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഫെയിലായത്. ഇപ്പോൾ ചുമ്മാ ഒരു അറ്റംപ്റ്റ് ചെയ്തി, സാർ ഈ സെപ്റ്റംബറിലാണ് എൻ്റെ മെയിൻ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിനനുസരിച്ച് പൊക്കോ. പക്ഷേ ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് യു ഹാവ് ടു കളക്ട് യുവർ പേപ്പർ ആൻഡ് ഹാവ് ടു ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക്. അതെങ്ങനെയാണ് സാർ? നമ്മുടെ പേപ്പർ എടുക്കുക, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ICA വിസിറ്റ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം തെറ്റെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ തെറ്റ് തിരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? തെറ്റ് എന്താ എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മളൊരു സമയം കൊടുക്കണം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ചെയ്യേണ്ടത്. പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു, ആ മിസ്റ്റേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ മിസ്റ്റേക്സ് നമ്മൾ തിരുത്തുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റം തന്നെയാണ്. യു ഹാവ് ടു കളക്ട് ദ പേപ്പർ. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 3 പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നിങ്ങൾക്കൊരു 50 ഉണ്ടായിരുന്നു, മറ്റേ പേപ്പറിൽ ഒരു 30 ഉണ്ടായിരുന്നു. സോ നിങ്ങൾ പേപ്പർ മേടിക്കുമ്പോൾ 50 മേടിക്കണം. കാരണം നെക്സ്റ്റ് ടൈം എക്സാമിനേഷൻ നമുക്ക് ഒരു രീതിയിലും പ്രശ്നം സംഭവിക്കരുത്. അതായത് നമുക്ക് ഒരു റിസ്ക് നമ്മൾ ഒരിക്കലും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. റിസ്ക് ഒരിക്കലും നമ്മൾ എടുക്കരുത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമിനേഷനിൽ മെയിനായിട്ട് സ്റ്റുഡൻസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പഠിക്കാനുള്ള സമയം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം തികയാതെ വരുമ്പോഴാണ്. മെജോറിറ്റി പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ച് നമ്മുടെ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതും സക്സസ് റേറ്റും തമ്മിൽ എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ആദ്യമേ അളക്കണം. അതായത് ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് വായിച്ച് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം ശരിക്കും നമ്മൾ എഴുതാൻ എടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഇവിടെ എത്രമാത്രം എമൗണ്ട് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, അത് ഈവൻ സെക്കൻഡ്സിലാണെങ്കിൽ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ അനുസരിച്ച് നമുക്ക് മാർക്ക് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്താ സാറേ അതിനുണ്ട്? എന്തെങ്കിലും നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതായത് മെജോറിറ്റി സ്റ്റുഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മെറ്റീരിയൽ വായിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഈ അവസാന നിമിഷം നമ്മൾ ആൾറെഡി നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതാണല്ലോ. നിങ്ങൾക്ക് ഇനി കൺസെപ്റ്റിന് എന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൺസെപ്റ്റിൽ നമ്മളിപ്പോൾ
ഒരു റെക്കോർഡ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 50 ഹവേഴ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ആണ്, 55 ഹവേഴ്സിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻറ്റയർ നമ്മൾ മെറ്റീരിയൽ, അതായത് ICAയുടെ മെറ്റീരിയൽ വിത്ത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് മെറ്റീരിയൽ ലൈൻ ബൈ ലൈൻ, അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ രീതിയിൽ ATQs അതായത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ MCQs വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു ICAയുടെ മെറ്റീരിയൽ തന്നെ പ്യുവറായിട്ട് നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്താണ് റീസണബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ക്ലിയർ. അത് ആ രീതിയിൽ ഞാൻ ഫ്ലോയിൽ പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ വായിക്കണം. അതായത് എഴുതി പഠിക്കുക സെക്കൻഡറിയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കും, ഇപ്പോൾ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് നമ്മളത് എടുക്കാൻ ഒരു 5 മിനിറ്റ് നമ്മൾ ടൈമർ വെക്കുക. 5 മിനിറ്റിനുള്ളിൽ അതിൻ്റെ ആൻസർ എന്താണെന്ന് എഴുതാൻ വേണ്ടിയല്ല, ആൻസർ എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയം 5 മിനിറ്റാണ്. അത് നിങ്ങൾ കുറച്ച് നിങ്ങൾ 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ബാക്കി സമയം നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് ഒരു സ്ഥലത്ത് വായിച്ചു തുടങ്ങും, അടുത്ത സ്ഥലം അത് മറന്നു പോകും, കണക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോർമലി ക്വസ്റ്റ്യൻ്റെ അവസാനം വരയ്ക്കും യഥാർത്ഥ ക്വസ്റ്റ്യൻ ഉണ്ടാകുക. അപ്പോൾ ലൈൻ ബൈ ലൈൻ വായിക്കില്ല, എങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി നമുക്ക് സംഭവം മനസ്സിലാക്കാൻ പറ്റുമോ, എന്ത് മെയിൻ ഹെഡിങ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറേ ട്രിക്ക് എന്താണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 4ാമത് നിങ്ങൾ ഡേയ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഡേയ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 1, 2, 3, 4 എന്ന രീതിയിലാണ് ഡേ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ 4 സബ്ജക്റ്റിൽ ഇപ്പോൾ നമ്മുടെ 3 സബ്ജക്റ്റാണ്, 3 സബ്ജക്റ്റ് എടുക്കും, 1, 2, 3. ഇപ്പോൾ ഇത് 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം. അപ്പോൾ ഇത് A, B, C. അപ്പോൾ ഈ 4ാം ദിവസം വരുമ്പോഴാണ് പിന്നെയും 1ാമത്തെ സബ്ജക്റ്റ് റിപ്പീറ്റ് ആകുന്നത്. അപ്പോൾ ഈ 3 ദിവസം, ഈ 2 ദിവസം നമുക്ക് എന്താണ് ഈ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ നമ്മൾ 10 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ 6 മണിക്കൂർ ഒരു സബ്ജക്റ്റിന് 12 മണിക്കൂർ 6, 4, 2 എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഈ 2ന് പിറ്റേ ദിവസം 4 മണിക്കൂറാക്കുക, 3ാം ദിവസം 6 മണിക്കൂറാക്കുക. അങ്ങനെ 3 സബ്ജക്റ്റും 3 ദിവസം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഒരു ടച്ച് കിട്ടിയില്ല, കംപ്ലീറ്റ്ലി നമ്മൾ എന്താണ് ബ്ലാങ്ക് ആയി പോകുന്ന സമയം എന്താണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദ ലാസ്റ്റ് വൺ ഇപ്പോഴും മെജോറിറ്റി സ്റ്റുഡൻസ് ഫോളോ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. RTP എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, MTP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ പല ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറാംശം എന്നൊരു ബുക്കുണ്ട് നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് അതിനെ അറിയാമായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ അവസാന നിമിഷം പഠിക്കാൻ വേണ്ടി ICA നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ വായിച്ച് ഒന്ന് കൺസെപ്റ്റ് നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം. നല്ലപോലെ മനസ്സിലായതിനു ശേഷം ഗോ വിത്ത് RTP MTP. വർക്കൗട്ട് എഴുതി പഠിക്കുന്നതിനേക്കാളും ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെ കണ്ട് ശീലിക്കുക. അതിനുശേഷം നമ്മൾ എഴുതുക. കാരണം എന്ന് പറയുമ്പോൾ സ്വന്തം ലാംഗ്വേജ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടെക്നിക്കൽ വേർഡ്സിനകത്ത് ഉണ്ടെങ്കിൽ ലീഗൽ ടേംസ് നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ടാലിയാകും. പിന്നെ MCQ എന്നൊരു സംഭവമാണ്. മെജോറിറ്റി സ്റ്റുഡൻസിന് MCQ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. MCQ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ലോട്ടറിയാണ് നമ്മൾ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അതിൻ്റെ അകത്ത് എന്താണ് ശരിയാണെങ്കിൽ മാർക്ക് കുറയ്ക്കാനില്ല, തെറ്റാണെങ്കിൽ പോട്ടെ, ശരിയാണെങ്കിൽ മാർക്ക്. അപ്പോൾ നമ്മളൊരു സമയം നമ്മൾ കൊടുക്കുന്നത് MCQന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറ്റില്ല. മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുക, അവിടെയും നമ്മൾ സമയം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അതുപോലെ ഈ 30 വേണ്ട, 30 ഒരു 15 മാർക്ക് ഉറപ്പിച്ചോ, ബാക്കി 25 ഇവിടെ എടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ എന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CA ഇൻ്റർ എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നൊന്നുമില്ലല്ലോ. നമുക്കിനി എന്താണ് മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരങ്ങൾ നമ്മൾ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യുക. എന്ത് സംശയം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓൾ ദ വെരി ബെസ്റ്റ്.